പല സെയിൽസ്മാൻമാരും പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് പ്രോഡക്റ്റ് വിൽക്കുന്ന സമയത്ത് കസ്റ്റമർക്ക് അത് നീഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എൻ്റെ കമ്പനി നല്ലതാണ്, എൻ്റെ പ്രോഡക്റ്റ് നല്ലതാണ്, എൻ്റെ കമ്പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്, അതിന് ആ ബെനിഫിറ്റ് ഉണ്ട്, ഈ ബെനിഫിറ്റ് ഉണ്ട് എന്ന് പറയാൻ ശ്രമിക്കും. ആക്ച്വലി ഒരു കസ്റ്റമർ എപ്പോഴാണ് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് അറിയോ? അയാൾക്ക് അത് ആവശ്യം ഉണ്ടാകുമ്പോഴല്ല, അത് തീവ്രമായിട്ടുള്ളൊരു വാണ്ടായിട്ട് മാറുമ്പോഴേ. നീഡല്ല ഒരു കസ്റ്റമറെ ഒരു കസ്റ്റമറാക്കി മാറ്റുന്നത്, ഒരു പ്രോസ്പെക്റ്റിനെ കസ്റ്റമറാക്കി മാറ്റുന്നത്, അതിൻ്റെ വാണ്ടാണ്. ഉദാഹരണത്തിന് 2 പേര് ബസ്സിൽ സ്ഥിരമായിട്ട് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവർക്ക് ഒരു ബൈക്കിന്റെ നീഡ് ഉണ്ട്, നല്ല ശമ്പളം എല്ലാം ഉണ്ട്, പക്ഷെ അവരൊരിക്കലും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. അതിൽ ഒരുത്തൻ എന്ത് ചെയ്തു? ഒരു എമർജൻസി സിറ്റുവേഷനിൽ ബൈക്ക് വാങ്ങിക്കേണ്ടി വന്നു. സ്വാഭാവികമായിട്ട് മറ്റൊരാൾ ഒറ്റയ്ക്കായി. ആ ഒരു സമയത്ത് എനിക്കും ഒരു ബൈക്ക് വേണമെന്നുള്ളൊരു ചിന്ത, ഒരു തീവ്രമായിട്ടൊരു ആഗ്രഹം അയാൾ ഒരാഴ്ചക്കുള്ളൊരു ബൈക്കിൻ്റെ കസ്റ്റമറാക്കി മാറ്റിയേക്കാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെയിൽസ്മാൻ്റെ ഉത്തരവാദിത്വം ഒരു കസ്റ്റമറുടെ ഉള്ളിൽ ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ വാങ്ങിച്ചില്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എന്തോ എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യണം. ഇമോഷണലി അതിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റുക, അല്ലെങ്കിൽ ആ കസ്റ്റമർ വാങ്ങിക്കുന്നത്. നീഡ് ഈസ് ഓൾവേസ് ലോജിക്കൽ, വാണ്ട് ഈസ് ഇമോഷണൽ. കണക്ട് യുവർ കസ്റ്റമർ ഇമോഷൻ വിത്ത് യുവർ പ്രോഡക്റ്റ്.